സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. റിയാലിറ്റി ഷോ താരം ഷിയാസ് കരീമിനെതിരെ പരാതിയുമായി യുവതി. പുതിയ പരാതി എഴുതിക്കോ. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. പണ്ട് മുതലേ കൂടെ നിന്ന് എല്ലാവരും ഊമ്പിച്ച ചരിത്രം മാത്രമല്ലല്ലോ ഈ മൈരൻ. അതേടാ ഇനി ഊമ്പിക്കും. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരുപാട് മറ്റേ പരിപാടിയായിപ്പോയില്ലേ സാറേ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ. പ്രവാസി വ്യവസായിയായിട്ടുള്ള യുവതിയാണ് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴിവെക്കില്ലേ? എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്കെന്താ? സാമ്രാജ്യത്വ ശക്തി കൂടെ അജണ്ടയാണത്. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും പേരുടെ കഥാകൃത്തുകൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കഥകളാ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്ക് കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് നീ അതിന്റെ പേരിൽ പറയാ പുറത്താരോടും പറയരുത്. എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്നും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യം ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. എന്നിട്ട് ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവനെവിടം വരെ പോകും നോക്കാം. ബിഗ് ടിവി എക്സ്ക്ലൂസീവ് നൗ. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരായ പീഡന പരാതിയിൽ ഷിയാസ് യുവതിക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങൾ ബിഗ് ടിവിക്ക്. നീ തീർന്നടാ, നീ തീർന്നു. ഷിയാസിന്റെ വാദങ്ങൾ തള്ളുന്നതാണ് യുവതിയോട് നടത്തിയ സംഭാഷണം. അതിൽ ആദ്യത്തെ ഫയല് ഒരു 1.5 വാട്സ്ആപ്പ് ചാറ്റാണ്. കയ്യിന്ന് പോയടാ ചാർലി. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരാടാ ഇത്? നിനക്കെന്താ ഇവളുമായിട്ട് ബന്ധം? ഷിയാസ് യുവതിയോട് പലപ്പോഴായി പണം ആവശ്യപ്പെട്ടു. തുക അക്കൗണ്ടിൽ വേണ്ടെന്നും പണമായി നൽകിയാൽ മതിയെന്നും ഷിയാസ് പറയുന്നു. കൈമളൊരു വല്ലാത്ത ആള് തന്നെയല്ലേ? നല്ല പറയേണ്ടത്. ഒപ്പമുള്ള ജീവിതമാണ് പണത്തിന് പകരമായി യുവതിക്ക് ഷിയാസ് നൽകുന്ന വാഗ്ദാനം. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ടടിക്കണം. ബന്ധം പുറത്തറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഷിയാസ് പറയുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. എനിക്ക് തോന്നലാണ് നീ ആരുമില്ല. നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. ഇങ്ങനത്തെ ആളാണല്ലേ? മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാം. തന്നെ ഇക്കുന്നൊക്കെ പുറത്ത് ആരുടെ മുമ്പിൽ വിളിച്ച് വിളിക്കുന്നതാ. ഓക്കെ, ഷിയൊന്നുമില്ല, ഷിയോ. എനിക്ക് നാണാവുക. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. നാനുണ്ടോ നിനക്ക് ആഭാസൻ? അല്ല അമ്മമ്മ ഉമ്മ, ഞാൻ ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് ആ ലോഡ്ജുകാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. അസൂയ കൊണ്ട് പറയണായിരിക്കും. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ഈ യുവതിക്ക് 60 വയസ്സ് പ്രായമുണ്ടെന്നും ഉമ്മയുടെ അതേ പ്രായമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. എന്നാൽ ആ വാദം പൊളിക്കുന്ന തെളിവാണ് മറുനാടൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ യുവതിക്ക് 46 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 1980 ഈ യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നന്നായിട്ടുണ്ട്. അത് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. ഇരുവരും ലിവിംഗ് ടുഗദർ ആയിട്ട് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകളൊക്കെ നടന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഈ ഷിയാസ് കരീമിന്റെ കൂടുതൽ ശബ്ദരേഖകൾ കൂടി മറുനാട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. എന്താ ഉറക്കം വരുന്നു.
അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. 23-24 ഞാനവിടെ എത്തൂല ഇൻഷാല്ല. പൊളിക്കാം നമുക്ക്. അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരൻ. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം, എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ ഇത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. എനിക്ക് സത്യം ടെൻഷനുണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കില്ല. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു കാര്യം മനസ്സിലാക്കുക. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇതിനിടയിൽ ലൈംഗിക പീഡനത്തിനും സാമ്പത്തിക ചൂഷണത്തിനും പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഷിയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റി. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പൂലി. പറ്റിപ്പോയടോ, ഇത് ഞാൻ എങ്ങനെ നൂരി പോരും എന്റെ ദൈവം. സ്വയം വരുത്തി വെച്ചല്ലേ അളിയനിപ്പോ കണ്ടക ശനിയാ, അത് കൊണ്ടേ പോകും.